ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു ബുധനാഴ്ച എത്തിയിരിക്കുകയാണ് നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. ഇന്ന് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ്, ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മളിൽ ഒരുപാട് ആൾക്കാർക്ക്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമില്ല എങ്കിലും എനിക്കറിയുന്ന ഒരുപാട് പേർക്ക് ഉള്ളൊരു പ്രോബ്ലമാണ് ഓപ്പൺ പോസ്. ഓപ്പൺ പോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന നമുക്ക് എന്തായാലും ചെറിയ പോസ് നമ്മളുടെ സ്കിന്നിലുണ്ട്, സുഷിരങ്ങൾ. ഓക്കെ, അതുവഴിയാണല്ലോ നമ്മുടെ സ്കിന്ന് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെബം പ്രൊഡക്ഷൻ കാര്യങ്ങൾ എല്ലാം, നമുക്ക് ഓയിൽ ഗ്രന്ഥികളുണ്ട്, പിന്നെ ഫോളിക്കിൾസ് ഉണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ അകത്ത്, സ്കാൽപ്പിൻ്റെ അകത്തൊക്കെ ഫോളിക്കിൾസ് ആണല്ലോ. അപ്പം മുഖത്തുണ്ടാകുന്ന പോസ് മിനിമം പോസ് ആണെങ്കിൽ അതത്ര ഓപ്പൺ അല്ല. പക്ഷേ ഈ പോസ് വഴിയാണ് ഈ സെബം പ്രൊഡക്ഷനും കാര്യങ്ങളും. പോസിനകത്താണ് എക്സസ് ഓയിൽ ഇങ്ങനെ തങ്ങി നിന്നിട്ട് അതിനകത്താണ് പൊടിയും ഡസ്റ്റും അഴുക്കും എല്ലാം നിന്നിട്ട് വേർപ്പും ഒക്കെ നിന്നിട്ട് ബാക്ടീരിയാസിനെ അട്രാക്റ്റ് ചെയ്ത് നമ്മൾ ഈ എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിമ്പിൾസ്, ആക്നി, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ഈ പോസാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ ഈ ഓപ്പൺ പോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുത് എൻലാർജ്ഡ് ആയിട്ടുള്ള പോസ് നമുക്കിങ്ങനെ കാണാം. ചിലരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല വലിയ വലിയ പോസ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിനൊരു പരിഹാരം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കുറേ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓപ്പൺ പോസ് വരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ സെബം പ്രൊഡക്ഷൻ്റെ കൂടുതൽ, അതായത് ഒരുപാട് നമ്മുടെ ഓയിൽ ഗ്രന്ഥികൾ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സസീവായിട്ടുള്ള സെബം പ്രൊഡക്ഷൻ ഒന്ന്. രണ്ട്, പോസിന് ചുറ്റുമുള്ള സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു. അത് പ്രായാധിക്യം കൊണ്ടും സംഭവിക്കാം. അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ പോസ് വലുതായി വരും എന്നാണ് പറയുന്നത്. ഓപ്പൺ പോസ് കുറച്ചുകൂടെ ബിഗറാകും. കാര്യം നമ്മുടെ പോസിനെ, സ്കിന്നിലെ പോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇലാസ്റ്റിനും കൊളാജനുമാണ്. അപ്പോൾ ഈ ഇലാസ്റ്റിൻ്റെയും കൊളാജൻ്റെയും നമ്മുടെ പോസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുമ്പോൾ അത് കാലക്രമേണ ഡിമിനിഷ് ചെയ്ത് വരുന്നതാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് കൊളാജൻ പ്രൊഡക്ഷൻ കുറയുന്നു, നമ്മുടെ ഇലാസ്റ്റിൻ കുറയുന്നു. അപ്പോൾ സ്കിന്നിൻ്റെ ഈ പോസിനെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളാണ് ഈ കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ. അതിൻ്റെ ഒരു ശക്തി ക്ഷയിച്ചു തുടങ്ങുന്നു പ്രായാധിക്യം കൊണ്ട്, അല്ലെങ്കിൽ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ കാലക്രമേണ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പോസിന് ചുറ്റുമുള്ള ഭാഗം എല്ലാം തന്നെ അവിടുത്തെ ഇലാസ്റ്റിസിറ്റി എല്ലാം കുറഞ്ഞിട്ട് അവിടെ കുറച്ച് സാഗ് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഭാഗമൊക്കെ തൂങ്ങി സ്ട്രെച്ച് ചെയ്ത് വരുന്നു. അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് തൂങ്ങിയെല്ലാം വരുമ്പോഴാണ് പോസ് കുറച്ചുകൂടി എൻലാർജ്ഡ് അല്ലെങ്കിൽ വലുതായിട്ട് എല്ലാവർക്കും കാണുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ അത് കുറച്ച് ഏജ് റിലേറ്റഡ് ആണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഏജ് നാച്ചുറൽ പ്രോസസ്സിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഡാമേജുകൾ എല്ലാ രീതിയിലും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് റിങ്കിൾസ് വരുന്നു. നമ്മൾ പറയില്ലേ, ഏജ് കൂടുന്നതിനനുസരിച്ച് റിങ്കിൾസ് വരും, ചുളിവുകൾ വരും, ഒരുപാട് കാര്യങ്ങൾ വരും. പോസൊക്കെ കുറച്ചുകൂടെ ഓപ്പൺ ആകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. വരില്ല എന്നല്ല, കുറച്ച് ഡാമേജ് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കും, നിയന്ത്രിച്ച് കൊണ്ടുപോകാം. കുറച്ചുകൂടെ കാലാവധി കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടുപോകാം. നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നല്ല യൂത്ത്ഫുൾ സ്കിന്നിൻ്റെ ഒരു ആയുസ് കുറച്ചുകൂടി കൂട്ടിക്കിട്ടും. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, അപ്പോൾ എല്ലാ വയസ്സായ ആൾക്കാർക്ക് മാത്രമല്ലല്ലോ പോസ് വലുതാകുന്നത്, യങ്സ്റ്റേഴ്സിന് ഒരുപാട് പോസ് വലുതായി കാണാറില്ലേ. അത് വേറൊരു കാരണം എന്ന് പറയുന്നത് തിക്കായിട്ടുള്ള ഹെയർ ഫോളിക്യൂൾസ് ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് പോസ് ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത്. തിക്ക് ഹെയർ ഫോളിക്യൂൾസ് അതൊരു കാരണം. പിന്നെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, അത് നമ്മളുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാകും. അത് നമ്മുടെ എല്ലാ ഓവറോൾ ഹെയറിൻ്റെ ഗ്രോത്ത് ആണെങ്കിലും നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് കുറേയൊക്കെ ഹെറിഡിറ്ററിയുമാണ്, ജനറ്റിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതെല്ലാമാണ് കാരണങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ പ്രായത്തിലുള്ളവർക്കും, തീരെ ചെറിയ കുട്ടികളല്ല, ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്കും കുറച്ച് ചെറുപ്പക്കാർക്കും എല്ലാം ഓപ്പൺ പോസ് ഒരു വലിയ ശല്യം തന്നെയാണ്. ഇനി നമുക്ക് റെമഡിയിലേക്ക് പോകാം. ഈ റെമഡി എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. നല്ല ഒരു റെമഡിയാണ് ഓപ്പൺ പോസിന് ഗ്രീൻ ടീ. ഗ്രീൻ ടീയുടെ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാലോ, ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്, ഒരു പവർ ഹൗസ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. അത് ഉള്ളിലേക്ക് കഴിച്ചാലും വളരെ വളരെ നല്ലതാണ് ഗ്രീൻ ടീ. അത് സ്കിന്നിനും നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഞാൻ ഓപ്പൺ പോസിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം നമ്മുടെ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ നമുക്ക് ടീ ബാഗ്സിലും കിട്ടും, അല്ലാണ്ട് ഓപ്പണായിട്ട് നമുക്ക് അല്ലാതെ ടീ ലീവ്സായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് കോരിയിടാനും പറ്റും. അപ്പോൾ നമുക്ക് ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ട് കുറച്ച് ടീ ഉണ്ടാക്കിയിട്ട് വരാം. ഗ്രീൻ ടീ, ഓക്കെ. അതായത് നമ്മളിപ്പോൾ ഒരു അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ വെള്ളത്തിൽ നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സും കൂടി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഈ ഗ്രീൻ ടീ ഉണ്ടാക്കിയത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പം ടീ ബാഗ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കിയിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ട് അത് ഐസ് ക്യൂബ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് ഗ്രീൻ ടീ തയ്യാറാക്കാം. ഒരു കപ്പ് വെള്ളം, അതിലേക്ക് നമ്മൾ 4 ഗ്രീൻ ടീയുടെ ടീ ബാഗ്സാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ,
4 ബാഗ്സ്, ടീ ബാഗ്സ്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചു. അപ്പോൾ നമ്മുടെ ഈ 4 ടീ ബാഗ്സും ഇതിനകത്തേക്ക് ഇടുന്നു. തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്ത് കിടക്കട്ടെ. അപ്പോൾ കംപ്ലീറ്റ് സത്തും ഇറങ്ങി കിട്ടും. തീ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ തന്നെ ഈ ഒരു ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ടേക്കാം. ഇത് നമുക്കൊരു ഗ്ലാസ്സിലോ ഇതിലെങ്കിലും മാറ്റിയിട്ട് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിൽ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ടീ ബാഗ്സും അതിനകത്ത് തന്നെ ഇട്ട് വയ്ക്കാം. കാണുന്നുണ്ടല്ലോ 4 എണ്ണം. അപ്പോൾ ഞാനിത് തണുക്കുന്നവരെ ഇങ്ങനെ വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്നായി തണുത്ത് കഴിഞ്ഞിട്ട് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് 240 ml ഗ്ലാസ്സിന് അളന്ന് 1 കപ്പ് വെള്ളത്തിലാണ് ഈ ഗ്രീൻ ടീ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ടീ ബാഗ്സ് എടുത്ത് മാറ്റുന്നു. എന്നിട്ട് ഐസ് ക്യൂബ് ആക്കാനായിട്ട് നമ്മൾ ട്രേയിലേക്ക് മാറ്റും. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടു. അത് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു വെച്ചത് നിങ്ങൾ കണ്ടു. ഞാനത് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്രോസണായി. ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി തുടങ്ങും. അയ്യോ, ഫാസ്റ്റായിട്ട് മെൽറ്റാകും. ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഐസ് ക്യൂബ്സ് എല്ലാം അലിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചുകൊണ്ട് വെച്ചു ഫ്രീസറിൽ. ഓക്കെ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോയി എടുത്തിട്ട് വരാം. അപ്പോൾ ഗ്രീൻ ടീയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ നല്ലതാണ് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഓയിലി സ്കിന്നുള്ളവർക്ക്. നമ്മുടെ ഈ ഓപ്പൺ പോസിൻ്റെ ഒരു പ്രധാന വില്ലൻ എന്ന് പറയുന്നത് എക്സസീവായിട്ടുള്ളൊരു ഓയിൽ പ്രൊഡക്ഷൻ അഥവാ സെബം പ്രൊഡക്ഷനാണ്. സ്കിന്നിലുണ്ടാകുന്ന എക്സസീവ് സെബം പ്രൊഡക്ഷൻ. അപ്പോൾ അത് നിയന്ത്രിക്കാനായിട്ട് ഗ്രീൻ ടീക്ക് കഴിവുണ്ട്. സാധാരണയായിട്ട് ഓയിലി സ്കിന്നുകാരുടെ മുഖത്ത് ഓയിൽ കുറയ്ക്കാനായിട്ട് നമ്മൾ പല പ്രോഡക്ട്സും വാങ്ങിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ സർഫസ് അല്ലെ സ്കിന്നിൻ്റെ പുറമേ കാണുന്ന ഓയിൽ പ്രൊഡക്ഷൻ മാത്രമേ, പുറമേ കാണുന്ന ഓയിൽ കുറച്ച് തരും. അത് അങ്ങോട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല. പക്ഷേ ഗ്രീൻ ടീയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് ഡീപ്പായിട്ട് പോയിട്ട് റൂട്ട് കോസാണ് കുറയ്ക്കുന്നത്. റൂട്ട് കോസ് എന്താണ്? സെബം ഓയിൽ, ഒരുപാട് എക്സസീവായിട്ട് സെബം പ്രൊഡക്ഷൻ നമ്മുടെ ഓയിൽ ഗ്ലാൻസിൽ നടക്കും. അപ്പോൾ റൂട്ടിൽ പോയിട്ട് ആ ഓയിൽ പ്രൊഡക്ഷൻ തന്നെ കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഗ്രീൻ ടീ ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ ടീ സ്കിന്നിൽ പുരട്ടി കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ റൂട്ടിൽ നിന്ന് തന്നെ ആ സെബം പ്രൊഡക്ഷൻ്റെ ആ ഒരു സോഴ്സിൽ പോയിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. അതാണ് ഗ്രീൻ ടീയുടെ ഒരു പ്രത്യേകത. പിന്നെ ഗ്രീൻ ടീയിലുള്ളൊരു പ്രധാന കാര്യമാണ് ടാനിൻസ്. ഈ ടാനിൻസ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് പോസിനെയൊക്കെ ഷ്രിങ്ക് ചെയ്യാൻ, അതായത് ചുരുക്കിയെടുക്കാനുള്ളൊരു കഴിവുണ്ട് ടാനിൻസിന്. ഈ ഗ്രീൻ ടീയിലുള്ള ടാനിൻസ് നമ്മുടെ ബോഡിയിലുള്ള അമിനോ ആസിഡുമായിട്ട് ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. ടാനിൻ എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആസ്ട്രജൻ കോമ്പൗണ്ടും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു നാച്ചുറലായിട്ട് തന്നെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ട് സ്കിന്ന് നല്ലതായിട്ട് ടോൺ ചെയ്ത് ഈവൻ ഔട്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് ടാനിൻസിന്. അപ്പോൾ ഗ്രീൻ ടീയിൽ ധാരാളമായിട്ട് ടാനിൻസ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്രീൻ ടീ ഒരു വലിയ നല്ല കാര്യമാണ് നമ്മുടെ സ്കിന്നിനെ സംബന്ധിച്ചിടത്തോളം. അത് തലമുടിക്കും നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടോണറായിട്ടുള്ള ഒരു നാച്ചുറൽ ആസ്ട്രജൻ്റ് ആയതുകൊണ്ടും ഈവൻ ഔട്ട് ചെയ്യുന്നതുകൊണ്ടും ഒരു കാരണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബോഡിയിലുള്ള അമിനോ ആസിഡ്സുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ഈ ഓപ്പൺ പോസൊക്കെ ഷ്രിങ്ക് ചെയ്യിക്കാനുള്ളൊരു കഴിവുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രീൻ ടീയെ നമ്മൾ ഓപ്പൺ പോസ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ റീസണാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ പോസ് ഷ്രിങ്ക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അത് ക്ലോഗ് ചെയ്യുന്നതും കുറയുന്നു. ഓപ്പൺ പോസായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് സാധനങ്ങൾ കയറി അടിഞ്ഞുകൂടി അത് ക്ലോഗ്ഡായി, അതായത് തടസ്സം പോലെ വന്ന്, ക്ലോഗ് ചെയ്യാന്ന് പറയാൻ അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു ഡ്രെയിനേജിൻ്റെ ഒരു സിസ്റ്റം തന്നെ ക്ലോഗ്ഡ് ആവുകയാണെങ്കിൽ ഒരുപാട് മാലിന്യങ്ങൾ അടഞ്ഞു കൂടി അത് താഴേക്ക് പോകാൻ പറ്റാണ്ട് അത് ഫ്ലഷ് ഔട്ട് ചെയ്ത് പറ്റാതെ വരുമ്പോഴാണല്ലോ ക്ലോഗ്ഡ് ആകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം. അപ്പോൾ വലിയ ഓപ്പൺ പോസ് ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി അത് ക്ലോഗ്ഡ് ആകും, അതിങ്ങനെ അടഞ്ഞിരിക്കും. അത് നമുക്ക് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നു. കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. ഒരു ഓപ്പൺ പോസ് ഇങ്ങനെ ഒരുപാട് വന്ന് അടഞ്ഞ് ഇങ്ങനെ പിമ്പിൾസും പല ആക്നീസും ഒക്കെ ആയിട്ട് നമ്മളെ ശല്യപ്പെടുത്തും. അപ്പോൾ ഇത് കുറയ്ക്കുക എന്നുള്ളത് ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. ഗ്രീൻ ടീ നമുക്ക് ഭയങ്കര നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഐസിൻ്റെ ഫോമിലാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ പ്ലെയിൻ ആയിട്ടുള്ള ഐസ് ക്യൂബ്സ് വെച്ച് നമ്മൾ നന്നായിട്ട് മുഖം മസാജ് ചെയ്താൽ നമ്മുടെ ഓപ്പൺ പോസൊക്കെ ഷ്രിങ്ക് ചെയ്യും. കാര്യം ഐസിന് അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ ഈ ഭാഗത്തെല്ലാം നമ്മുടെ സ്കിന്നിൽ അത് പ്രവർത്തിച്ചിട്ട് നല്ലതായിട്ട് ഷ്രിങ്ക് ചെയ്യിക്കും. അപ്പോൾ അത് ഗ്രീൻ ടീ കൊണ്ടുള്ള ഐസ് ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് എത്രയായിരിക്കും? ഡബിളായിരിക്കും. കാര്യം നമ്മുടെ ഗ്രീൻ ടീയിൽ ടാനിൻസും കൂടിയുണ്ട്. അപ്പോൾ ഈ ടാനിൻസ് ഉള്ള ഐസ് ക്യൂബാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ടെമ്പറേച്ചറിൽ, അതായത് ഐസ് ക്യൂബിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ഇനി ഞാൻ പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വരാം. എന്നിട്ട് ഞാനത് ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഐസ് ക്യൂബ്സ് ഞാൻ വീണ്ടും എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് സാധാരണ ഐസ് ക്യൂബല്ല, ഇത് ഗ്രീൻ ടീ ഐസ് ക്യൂബാണ്. ഇത് ദേഹത്തൊക്കെ ആകാൻ സാധ്യത കൂടുതലാണ്. ഒരു ടവൽ വയ്ക്കാം. ഓക്കെ,
2 ക്യൂബ് എടുത്തുള്ളൂ. ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് അത് ഇച്ചിരി വാട്ടറി ആകും, കുഴപ്പമില്ല, നമ്മളത് കൊണ്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ ഐസ് ക്യൂബ് എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യുക. അത് ഇതിൻ്റെ നിറം നോക്കിയേ, ഒരു ലൈറ്റ് കളറാണ്, കാര്യം ഗ്രീൻ ടീയുടെ കളറാണ്. അപ്പോൾ ഓപ്പൺ പോസ് കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഈ കവിളിൻ്റെ ഭാഗത്തൊക്കെയാണ് ഓപ്പൺ പോസ് വരുന്നത്. പിന്നെ കണ്ണിൻ്റെ അടിയിലെ സ്വെല്ലിങ്ങിനും ഒക്കെ ഇത് വളരെ വളരെ നല്ലതാണ്. എല്ലാം ഈ ഐസ് എന്ന് പറയുന്ന സംഭവം തന്നെ ഭയങ്കരമായിട്ട് നമ്മളുടെ ഓപ്പൺ പോസിനെ ഷ്രിങ്ക് ചെയ്യിക്കുക, നല്ലതായിട്ട് ചുരുക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ എന്തെങ്കിലും മുഖത്ത് നീരൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഐസ് ക്യൂബ്സ് കൊണ്ട് റബ്ബ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും രാവിലെ ഐസ് ക്യൂബ് റബ്ബിങ് ഈസ് എ മസ്റ്റ്. ഞാനത് നിങ്ങളോട് പറയുകയാണ്, ഞാനത് ചെയ്യുന്ന ഒരാളാണ്. കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട്, കാര്യം നമുക്ക് ക്ഷീണവും ടയർഡ്നെസ്സും ഒക്കെ കണ്ണിലാണ് വരുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റ് ഗ്ലോ സ്കിന്നിന് കിട്ടും, ബ്ലഡ് ഫ്ലോ എല്ലാം പെട്ടെന്ന് കൂട്ടിത്തരും, പോസിനെയൊക്കെ ചുരുക്കും നല്ലതായിട്ട്. അപ്പോൾ അത് ഗ്രീൻ ടീ കൊണ്ടാകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ വെറുതെ ഐസ് ക്യൂബ് കൊണ്ട് റബ്ബ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഗ്രീൻ ടീ കൊണ്ട് ചെയ്യാം. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അവരുടെ സെബം പ്രൊഡക്ഷനൊക്കെ നല്ലോണം കുറയും. സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മുഖത്ത് തേക്കണം എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് റബ്ബിങ് കഴിഞ്ഞിട്ട് കഴിച്ചാൽ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ പാക്കെല്ലാം ഇടുകയാണെങ്കിൽ നമുക്കൊരു ആദ്യം നമ്മൾ മസാജ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഐസ് ക്യൂബ് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്തിട്ട്, അപ്പോൾ മുഖത്തൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടി നല്ല റെഡിഷായിട്ട് വരും. നെറ്റിയിൽ കൂടുതലായിട്ട് തേക്കുന്നില്ല, കാര്യം എൻ്റെ മുടി ഞാൻ ഹെയർ ബാൻഡ് കൊണ്ടും ഞാൻ മുടി കെട്ടി വെച്ചിട്ടില്ല, നെറ്റിയുടെ ഭാഗത്ത് ബാൻഡൊന്നും ചെയ്തിട്ടില്ല. അത് കാരണം ആ ഭാഗത്തേക്ക് അധികം പോകണില്ല. ഓക്കെ, 1 ക്യൂബ് ഏതാണ്ട് തീരാറായി. ഈ കണ്ണിൻ്റെ അടിഭാഗത്തെല്ലാം നല്ലതായിട്ട് തേച്ച് കൊടുത്താൽ നമുക്ക് മുഖത്ത് സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കുറയും, ഇൻഫ്ലമേഷൻസ് എല്ലാം കുറയും, ഓപ്പൺ പോസ് നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യും. നമ്മുടെ ഈ ഗ്രീൻ ടീ ക്യൂബ്സ് ഇത് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ്. എല്ലാ ദിവസവും 2 പ്രാവശ്യം ചെയ്യുക, രാവിലെയും വൈകുന്നേരം ചെയ്യുക. നിങ്ങളുടെ ഓപ്പൺ പോസ് എല്ലാം പതുക്കെ ചുരുങ്ങി ചെറിയ പോസായിട്ട് മാറും. അങ്ങനെ നിങ്ങളുടെ ഈ എക്സസ് ഓയിൽ അല്ലെങ്കിൽ സെബം പ്രൊഡക്ഷൻ കുറയുകയും മുഖത്തുണ്ടാകുന്ന പിമ്പിൾസ്, ആക്നെ മുതലായ കാര്യങ്ങളെല്ലാം കുറഞ്ഞു വരും. പ്ലസ് നിങ്ങളുടെ ഓപ്പൺ പോസ് ഇങ്ങനെ അതായത് ഓപ്പൺ പോസ് എല്ലാം ഭയങ്കര നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ നിന്ന് മാറി ചെറുപ്പം. എൻ്റെ മുഖത്തൊരു വിസിബിൾ മാറ്റം കാണുന്നില്ലേ ഐസ് ക്യൂബ് കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ? ശരിക്കും നമ്മുടെ മുഖം കുറച്ചുകൂടെ പിങ്കായിട്ട് വരും. ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്, ബ്ലഡ് ഫ്ലോ. അപ്പോൾ അത് ഫെയർ സ്കിൻ തന്നെ ആവണമെന്നില്ല, നമുക്കിപ്പോൾ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നമ്മൾ കുറച്ച് നിറം കുറവാണ്, ഡാർക്കാണ്, മീഡിയം കോംപ്ലക്ഷൻ ആണെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുമ്പോൾ കുറച്ചുകൂടെ ഗ്ലോ ഉണ്ടാകും. അങ്ങനെ ഐസ് ക്യൂബ്സിൻ്റെ കംപ്ലീറ്റ് കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഐസ് ക്യൂബ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മളുടെ മുഖത്ത് തന്നെ ഇരുന്ന് തുടയ്ക്കണ്ട, ഇത് മുഖത്ത് തന്നെ ഇരുന്ന് അത് അബ്സോർബ് ചെയ്യട്ടെ. അത് ഫേസിൽ തന്നെ ഇട്ടേക്കാം. ഓക്കെ, ആ ഗ്രീൻ ടീയുടെ ഗുണങ്ങളെല്ലാം നമ്മുടെ സ്കിന്ന് വലിച്ചെടുത്തു. അത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇനി നമ്മൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രം വാഷ് ചെയ്തിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങൾ മോയ്സ്ചറൈസറൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം കിടക്കട്ടെ, നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പോയി വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നല്ല ഇഫക്റ്റ് കാണുന്നില്ലേ? ഇതേ ഇപ്പോൾ തന്നെ കാണുന്നില്ലേ? എൻ്റെ ഫേസിലൊരു നല്ല മാറ്റമില്ലേ? ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഇതൊരു നല്ലൊരു റെമഡിയാണ്, ഇതൊരു നല്ലൊരു DIY ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾക്ക് നല്ല ഇഫക്റ്റീവ് ആയിരിക്കും, നല്ല മാറ്റം ഉണ്ടാവും, നിങ്ങളുടെ ഓപ്പൺ പോസ് എല്ലാം കുറയും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ തരിക. ഉടനെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്യുക, രാവിലെയും വൈകുന്നേരവും ചെയ്യുക, 2 ടൈംസ് ചെയ്യുക, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. മാറ്റങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് എന്നോട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അത് എൻ്റെ മുഖമൊക്കെ നല്ല റെഡിഷ് പിങ്കിഷ് ഒക്കെ. ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്.